ഹലോ ഹായ് ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ വീഡിയോ ഒന്ന് കിട്ടാൻ പോകുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 25 ക്വസ്റ്റ്യൻസ് ആണ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറേ അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്ന ഡിഫോൾട്ടായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ IT-യുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ റാം, അത് പ്രൈമറി മെമ്മറി ആണോ, നോൺ വോളറ്റൈൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും ഡിഫോൾട്ടായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ കെമിസ്ട്രി എന്നാണെങ്കിൽ ഐരികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഓറുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നതാണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ്. അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിനുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? മിസ് നോമർ. ഓപ്ഷൻ ബി മിസ് ഡീഡ്. ഓപ്ഷൻ സി മിസ് ഹാപ്പ്. ഓപ്ഷൻ ഡി മിസ് കൗണ്ട്. The right answer is option C, mishap. Okay, unfortunate, an unfortunate accident, one word substitution എന്താണ്? mishap എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞു ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നതിന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? മിസ്ഹാപ്പ് ആണ് അല്ലേ. ഓപ്ഷൻ എ നോക്കിക്കേ, മിസ് നോമർ. മിസ് നോമർ എന്താണ് അതിൻ്റെ അർത്ഥം? മിസ് നോമർ, നോമർ നെയിം വരുന്നുണ്ട് അല്ലേ അവിടെ. അതായത് റോങ് അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് നെയിം അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ഡിസിഗ്നേഷൻ അല്ലെങ്കിൽ തെറ്റായ പേര്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. മിസ് നോമർ എന്ന് പറയുമ്പോൾ തെറ്റായ പേര് അല്ലെങ്കിൽ റോങ് നെയിം അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ, ഇനാക്യുറേറ്റ് ആയിട്ടുള്ള നെയിം, അതൊക്കെയാണ് മിസ് നോമർ എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് മിസ് ഡീഡ് ആണ്. മിസ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ആക്ടിനാണ് നമ്മൾ മിസ് ഡീഡ് എന്ന് പറയാം. മിസ് ഡീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇല്ലീഗൽ ആക്ട് ആണ്. മിസ് ഹാപ്പ് എന്താണ്? ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് ആണ് അല്ലേ. ഇനി മിസ് കൗണ്ട് എന്താണ്? മിസ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ഇൻകറക്ട്ലി, കൗണ്ട് ഇൻകറക്ട്ലി, തെറ്റായിട്ട് കൗണ്ട് ചെയ്യുക എന്നുള്ളതിനാണ് മിസ് കൗണ്ട് എന്ന് പറയാം. അപ്പം മിസ് നെയിം എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള പേര് പ്രൊവൈഡ് ചെയ്യുക, മിസ് ഡീഡ് എന്ന് പറയുമ്പോൾ ഇല്ലീഗൽ ആക്ട് ആണ്, മിസ് ഹാപ്പ് എന്ന് പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് ആണ്, മിസ് കൗണ്ട് എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം. ഒരു 10 നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കാറുള്ളത്. അതിൽ ആദ്യത്തെയാണ് എസെൻട്രിക്. എസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഓഫ് അൺയൂഷ്വൽ ഓർ സ്ട്രേഞ്ച് ബിഹേവിയർ. സ്ട്രേഞ്ച് ബിഹേവിയർ ഉള്ള എല്ലാവരും നമ്മൾ എന്താണെന്ന് പറയാം? എസെൻട്രിക് എന്നാണെന്ന് പറയാം. ഓക്കെ, സ്ട്രേഞ്ച് ബിഹേവിയർ ഉള്ള പേഴ്സൺ നമ്മൾ എന്താണെന്ന് പറയാം? എസെൻട്രിക് എന്നാണ് പറയാം. അടുത്തതാണ് എയർനോട്ട്. എന്താണ്? വൺ ഹു ട്രാവൽസ് ഇൻ എയർ ബലൂൺ, എയർഷിപ്പ് ഓർ അതർ എയർക്രാഫ്റ്റ് നമ്മൾ എയർനോട്ട് എന്ന് പറയാം അല്ലേ. അടുത്തത് വൺ ഹു നോസ് മെനി ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റ്. വൺ ഹു നോസ് മെനി ലാംഗ്വേജ്, അത് എളുപ്പമാണ് അല്ലേ, ലിംഗ്വിസ്റ്റ്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വൺ ഹു പ്രാക്ടീസസ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രാഫർ. കാലിഗ്രാഫർ. അപ്പോൾ ആദ്യം നമ്മൾ എസെൻട്രിക് പറഞ്ഞു, പിന്നെ എയർനോട്ട് പറഞ്ഞു, ലിംഗ്വിസ്റ്റ് പറഞ്ഞു, കാലിഗ്രാഫർ. എന്താണ് കാലിഗ്രാഫർ? നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരെ നമ്മൾ എന്താ പറയാം? കാലിഗ്രാഫർ എന്നാണ് പറയാം. വൺ ഹു ഡ്രോസ് പ്ലാൻസ് ഫോർ ബിൽഡിംഗ് ആണ് ഡ്രോട്ട്സ്മാൻ. ഡ്രോട്ട്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഡ്രോസ് പ്ലാൻസ് ഫോർ ബിൽഡിംഗ്. അടുത്തതാണ് ക്യൂറേറ്റർ. ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം ഓർ ആൻ ആർട്ട് ഗാലറി. ഓക്കെ, ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം ഓർ ആൻ ആർട്ട് ഗാലറി. അടുത്തതാണ് ഹൈപ്പോക്രൈറ്റ്. എന്താണ് ഹൈപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൺ ഹൂസ് ആക്ഷൻസ് ആർ നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് ദ ക്ലെയിംഡ് ബിലീഫ്. സിമ്പിളായിട്ട് എങ്ങനെ പറയാം? കപടഭക്തൻ. കപടഭക്തനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പോക്രൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫയർ ബ്രാൻഡ്. ഫയർ ബ്രാൻഡ് എന്താണ്? എ പേഴ്സൺ ഹു കോസസ് സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ട്രബിൾ. എ പേഴ്സൺ ഹു കോസസ് സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ട്രബിൾ ആണ് ഫയർ ബ്രാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് തീസ്റ്റ് ആണ്. തീഫ് അല്ല കേട്ടോ, തീസ്റ്റ്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് അല്ലെ, ദൈവവിശ്വാസീനെയാണ് നമ്മൾ തീസ്റ്റ് എന്ന് പറയാം. അപ്പോൾ എത്തീസ്റ്റ് എന്താണ്? ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ന് പറയാം എത്തീസ്റ്റ് എന്ന് പറയാം. അപ്പോൾ തീസ്റ്റും വരാം എത്തീസ്റ്റും വരാം, മാറിപ്പോവരുത്. അടുത്തതാണ് ഹോമിസൈഡ്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമിസൈഡ് ദ ആക്ട് ഓഫ് കില്ലിംഗ് ഓഫ് എ പേഴ്സൺ മീൻസ് ഹോമിസൈഡ്, അതായത് നരഹത്യ. നരഹത്യനെ നമ്മൾ ഹോമിസൈഡ് എന്ന് പറയുക. ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ CIDE അവസാനം വരുന്നുണ്ടല്ലോ, അതായത് ഹോമിസൈഡ്, സൂയിസൈഡ്, പാരിസൈഡ്, മാട്രിസൈഡ്, പാട്രിസൈഡ്, ഇൻഫാൻറ്റിസൈഡ്, പ്രോലിസൈഡ്, സൊറോസിസൈഡ്, ഇങ്ങനെയൊക്കെ വരുന്നത് എല്ലാം ദ ആക്ട് ഓഫ് കില്ലിംഗ് ആണ്.
ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. CID അവസാനം വരുന്നത്. അപ്പം നോക്കിയേ, പക്ഷെ ഒരു ആക്ട് ഓഫ് കില്ലിംഗ് CID വരാത്തൊരു ആക്ട് ഓഫ് കില്ലിംഗ് ഉണ്ട്, അതാണ് മേർഡർ അല്ലേ. ദ അൺലോഫുൾ കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബൈ അനദർ ഹ്യൂമൻ, കൊലപാതകമാണ് എന്ത് മേർഡർ എന്ന് പറയുന്നത്. എന്നാൽ ഹോമിസൈഡ് കൊലപാതകമാണ്, നരഹത്യ എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ് എന്ന് പറയുന്നത്. ഹോമിസൈഡ് നരഹത്യയാണ്. സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഇന്റൻഷ്യലി ഒരാൾ തന്നെ അയാളെ തന്നെ കൊല്ലുക എന്നുള്ളതാണ് അല്ലേ. സൂയിസൈഡ് ആത്മഹത്യയാണ് അല്ലേ. അപ്പൊ മനസ്സിലാക്കുക, അവസാനം ഈ CIDE, അതായത് ഇപ്പോൾ ഹോമിസൈഡ്, സൂയിസൈഡ്, പാരിസൈഡ്, മാട്രിസൈഡ്, പാട്രിസൈഡ്, ഇൻഫാൻറ്റിസൈഡ്, പ്രൊലിസൈഡ്, സോറാസിസൈഡ്, ഇതെല്ലാം ആക്ട് ഓഫ് കില്ലിങ്ങിന്റെ ഭാഗങ്ങളാണ്. അതുപോലെ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്, നമുക്കറിയാം, പക്ഷെ പെട്ടെന്ന് മാറിപ്പോകാനുള്ളൊരു ചാൻസ്, ടെൻഷൻ കൂടുമ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉള്ളത് ഈ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും കാലിഗ്രഫിയും അല്ലേ. ബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് മറ്റൊരാൾ എഴുതുന്നതാണ് ബയോഗ്രഫി അല്ലേ. an account of a person's life written by another. ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ അവരവരെന്നെ എഴുതും, അവരവരുടെ ജീവിതം അവരവരെന്നെ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. an account of a person's life written by that person. കാലിഗ്രഫി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹാൻഡ് റൈറ്റിംഗ് അല്ലേ, ദ പ്രാക്ടീസ് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗിനെ നമ്മൾ എന്ന് പറയുന്നത് കാലിഗ്രഫി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ദ ഇഡിയം ടു ഡ്രൈവ് ഹോം മീൻസ്, ഭാഷാ പ്രയോഗമാണ്. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭാഷാ പ്രയോഗമാണ്. ടു ഡ്രൈവ് ഹോം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടു ഫൈൻഡ് വൺസ് റൂട്ട്. ഓപ്ഷൻ ബി, to return to place of rest. Option C, back to original position. Option D, to emphasize. അപ്പോൾ ഏതാണ്? The idiom to drive home means to emphasize. Right answer is option D, to emphasize. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ടു ഡ്രൈവ് ഹോം എന്ന് പറയുമ്പോൾ ടു എംഫസൈസ് ഓൺ എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് ഒരാൾക്ക് വളരെ വ്യക്തമായി അല്ലെങ്കിൽ വൃത്തിയായി ഒരു കാര്യം വളരെ ഫോഴ്സ്ഫുള്ളി ഇത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടു എംഫസൈസ് ഓൺ എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ടു ഡ്രൈവ് ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ദ പ്ലൂറൽ ഫോം ഓഫ് എൽഫ് ഈസ് ELF. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ എൽഫ് എന്ന് പറഞ്ഞാൽ? കുട്ടിച്ചാത്തൻ എന്നാണ് കേട്ടോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, എൽഫ്സ്. ഓപ്ഷൻ ബി, എൽഫ്സ്, ELFES. ഓപ്ഷൻ സി, ELVS. ഓപ്ഷൻ ഡി, ELVES. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എൽഫ്സ് ആണ്. ഓക്കെ, കുട്ടിച്ചാത്തന്മാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫോർ ദ വേർഡ്സ് ഗിവൻ ബിലോ. കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ അതിലധികമോ വേർഡ്സ് അല്ലെ, രണ്ട് വേർഡ്സ് കൂടി ചേർന്നിട്ട് പുതിയൊരു വേർഡ് ആവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഫ്ലവർ, സണ്ണും ഫ്ലവറും, അപ്പൊ സൺഫ്ലവർ. സൂര്യകാന്തി അല്ലെ, സൂര്യനും പൂവും സൂര്യകാന്തി. അതുപോലെ ടൂത്ത് ബ്രഷ്, ടൂത്തും അതുപോലെ തന്നെ ബ്രഷും, അപ്പം എന്താ ടൂത്ത് ബ്രഷ്. അതുപോലത്തെ അങ്ങനെ രണ്ട് വേർഡുകൾ ചേർന്നിട്ട് ഒരു പുതിയ വേർഡ് ഉണ്ടാകുന്നത് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം അല്ലേ. അത് ഏതാന്ന് നോക്കിക്കിയതിൽ ഇപ്പോൾ എളുപ്പമായിരിക്കും, ഇത് പറഞ്ഞപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഓപ്ഷൻ എ നോക്കിക്കുക, അപ്സ്ട്രീം അല്ലേ, അപ്പും സ്ട്രീം, അപ്സ്ട്രീം അത് തന്നെയാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി, ടെലിഫോൺ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി, അൺലൈക്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി, ഡിസ്എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഒരു വേർഡാണ്, ഒറ്റ വേർഡാണ്. ടെലിഫോൺ ഒരു വേർഡാണ്, അൺലൈക്ലി ഒരു വേർഡാണ്. ഓക്കെ, അൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലല്ലോ, ഒറ്റയ്ക്ക് നമ്മൾ പറയാറില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് അപ്സ്ട്രീം ആണ്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അപ്സ്ട്രീം ഈസ് എ കോമ്പൗണ്ട് വേർഡ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ആന്റോണിം, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺഫ്രണ്ട്, കൺഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്, ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനപ്പോൾ കൺഫ്രണ്ട് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. കൺഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫേസ് ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുക, നേരിടുക എന്നൊക്കെ പറയില്ലേ, അതാണ് കൺഫ്രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, അതിൻ്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അപ്രൂവ്. ഓപ്ഷൻ ബി, ഇവൈറ്റ്. ഓപ്ഷൻ സി, അക്വിറ്റ്. ഓപ്ഷൻ ഡി, കോഴ്സ്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി, ഇവേഡ് ആണ്. ഇവേഡ് എന്ന് പറയുമ്പോൾ ടു മാനേജ് അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക. നമ്മൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ധൈര്യമില്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ എവൈഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. A dash of experts will answer questions from the television audience. A dash of experts എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പാനൽ. ഓപ്ഷൻ ബി, ട്രൂപ്പ്. ഓപ്ഷൻ സി, ഗാഗിൾ. ഓപ്ഷൻ ഡി, ഹേർഡ്. അപ്പോൾ എന്തായിരിക്കും? എക്സ്പേർട്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പാനലാണ്. എ പാനൽ ഓഫ് എക്സ്പേർട്സ് അല്ലെങ്കിൽ ദ പാനൽ ഓഫ് ജഡ്ജസ് അല്ലെങ്കിൽ ദ പാനൽ ഓഫ് ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്.
ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ, ട്രൂപ്പിൻ്റെ കറക്റ്റ് നമ്മൾ കൂട്ടം അല്ലെങ്കിൽ സൈന്യം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇപ്പോൾ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് സെയിം ആയിട്ടുള്ള കഴിവുകളുള്ളവർ നമ്മൾ ട്രൂപ്പ് എന്ന് പറയാം. ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്, ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റി വരുമ്പോഴാണ് നമ്മൾ ട്രൂപ്പ് എന്ന് പറയാം. ഗാഗിൾ, അടുത്ത ഗാഗിൾ അല്ലേ, ഓപ്ഷൻ സി. ഗാഗിൾ കറക്റ്റ് മീനിങ് താറാവിൻ പറ്റം എന്നാണ്, താറാവുകളുടെ കൂട്ടം എന്നും പറയാറുണ്ട്. ഹേർഡ് എന്ന മീനിങ്ങും ഓപ്ഷൻ ഡിയിലെ ഹേർഡില്ലേ, അതും കൂട്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടുതലും അനിമൽസിൻ്റെ കേസിൽ, അപ്പോൾ ഹേർഡ് ഓഫ് അനിമൽസ് മീൻസ് ഹേർഡ് ഓഫ് ഷീപ്സ്, ഹേർഡ് ഓഫ് കാറ്റിൽസ്, ഹേർഡ് ഓഫ് കൗസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഹേർഡാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ താറാവിൻ പറ്റം എന്നൊക്കെ അതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് ഗാഗിളാണ്, ഓപ്ഷൻ സി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഓഫ് എക്സ്പേർട്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഏതാണ് റൈറ്റ് ആൻസർ? പാനൽ ഓഫ് എക്സ്പേർട്സ് വിൽ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടെലിവിഷൻ ഓഡിയൻസ്. അടുത്ത ചോദ്യമാണ് 7ാമത്തെ ചോദ്യം. ദ ഫ്രേസൽ വെർബ് ബ്രിങ് ഓഫ് മീൻസ് ബ്രിങ് ഓഫ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. എ സക്സീഡ് വിത്ത് സംതിങ് ഡിഫിക്കൽട്ട്, ഓപ്ഷൻ ബി ഡ്രോബാക്ക് ഫ്രം ആൻ ആക്ഷൻ, ഓപ്ഷൻ സി ടു സമോൺ ഓർ ഓർഡർ, ഓപ്ഷൻ ഡി ടു കോസ് സംതിങ് ടു ആക്ഷൻ. ഏതാണ്? ദ ഫ്രേസൽ വെർബ് ബ്രിങ് ഓഫ് മീൻസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, സക്സീഡ് വിത്ത് സംതിങ് ഡിഫിക്കൽട്ട്. അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. ഐ ഹാവ് ഡാഷ് ടൈം ഡാഷ് പേഷ്യൻസ് ഫോർ സിലി TV പ്രോഗ്രാംസ് അല്ലേ. അപ്പോൾ ഏതാണ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജസ്റ്റിസ്, ഓപ്ഷൻ ബി നെയ്തർ നോർ, ഓപ്ഷൻ സി നോ സൂണർ ദാൻ, ഓപ്ഷൻ ഡി ഹാർഡ്ലി വെൻ. അപ്പോൾ ഏതാ വരിക? ഐ ഹാവ് നെയ്തർ ടൈം നോ പേഷ്യൻസ് ഫോർ സിലി TV പ്രോഗ്രാംസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നെയ്തർ നോർ. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. സ്പോട്ട് ദ എറർ, അത് ഒരു സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ ABCD എന്ന് കൊടുത്തിട്ടുള്ളൂ. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിൽ നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അതിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, അതിലാണ് തെറ്റുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഹി വുഡ് എന്നാണ് പറയുക. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് നെവർ റിപ്പീറ്റ് ദ മിസ്റ്റേക്ക്, അതായത് അദ്ദേഹം ഒരിക്കലും ഇനി തെറ്റ് ചെയ്യില്ലെന്ന് എന്നോട് പറഞ്ഞു. അതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. ദ ആൻറ്റോണിം ഫോർ ഫെലസി എന്ന് പറഞ്ഞാൽ അബദ്ധം എന്നാണ്, അല്ലെങ്കിൽ ഫേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്ഷൻസ് നോക്കാം. ആൻറ്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കുക. ഓപ്ഷൻ എ ഫേക്ക്, ഓപ്ഷൻ ബി ഡൾ, ഓപ്ഷൻ സി ട്രൂത്ത്, ഓപ്ഷൻ ഡി റൂഡ്. ആൻറ്റോണിം ഓഫ് ഫാലസീസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രൂത്ത് ആണ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ്, അല്ല തെറ്റായത് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സ്കിൽഫുൾ, ടർബുലൻറ്റ്, പ്രിവലൻറ്റ്, ലാംഗ്വർ. അപ്പോൾ ഇതിൽ ടർബുലൻ്റ് എന്ന് പറയുന്നത് TURBULENT ആണ്, അതായത് പ്രക്ഷുബ്ധമായ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ANT അല്ല, ENT ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടർബുലൻറ്റ്. സ്കിൽഫുൾ എപ്പോഴും തെറ്റാറുണ്ട്. 2 L ഉണ്ടെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്. 1 L ഉള്ളൂ. SKILFUL തന്നെയാണ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡാണ്, അത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അടുത്ത ചോദ്യമാണ് 12ാമത്തെ ചോദ്യം. ഹി ഈസ് വെരി സ്ട്രോങ് ആൻഡ് can lift a truck. This is an example of simple sentence, compound sentence, complex sentence, none of this. അതായത് 2 സെൻറ്റൻസ് ആണല്ലേ, ആൻഡ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ 2 സെൻറ്റൻസിനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്, അതായത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡോൺ, അതായത് പുട്ട് ഓഫ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പുട്ട് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി സെറ്റ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി സെറ്റ് ഓൺ, ഓപ്ഷൻ ഡി സെറ്റപ്പ്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, സെറ്റ് ഓഫ്. ദ മാരേജ് പാർട്ടി സെറ്റ് ഓഫ് അറ്റ് ഡോൺ. എന്താണ് സെറ്റ് ഓഫ് വരാനുള്ള കാരണം എന്നാണ്? ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം അല്ലെങ്കിൽ രാവിലെ തന്നെ മാരേജ് പാർട്ടി രാവിലെ തന്നെ പുറപ്പെട്ടു എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ രാവിലെ തന്നെ യാത്ര തിരിച്ചു എന്നുള്ളതാണ് വേണ്ടത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര തിരിക്കുക എന്നർത്ഥം. സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സജ്ജമാക്കുക. ഈ സെറ്റ് ഓണും സെറ്റപ്പും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. സജ്ജമാക്കുക എന്നുള്ളതാണ് സെറ്റ് ഓണും സെറ്റപ്പും വരുന്നത്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് ഓഫ് എന്തായാലും വരില്ല അല്ലേ, രാവിലെ തന്നെ നീട്ടി വെച്ചു എന്ന് നമ്മൾ പറയില്ല. സജ്ജമാക്കി, അല്ലെങ്കിൽ രാവിലെ തന്നെ മാരേജ് പാർട്ടി രാവിലെ തന്നെ സജ്ജമാക്കി എന്നുള്ളത് രാവിലെ തന്നെ പുറപ്പെട്ടു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സെറ്റ് ഓഫ് അറ്റ് ഡോൺ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. എ ഡാഷ് ഓഫ് ഓൾസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഓൾസിനെ നമ്മൾ പാർലമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? കമ്പനി എന്ന് കൊടുത്തിട്ടുണ്ട്, ഗൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പാർലമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പാർലമെന്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഓൾസിനെ നമ്മൾ എന്ന് പറയാം, പാർലമെന്റ് എന്ന് പറയാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി.
അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഫെലോ ഡീസേ മീൻ? ഫെലോ ഡീസേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആഫ്റ്റർ ദ ഇവന്റ്, ഓപ്ഷൻ ബി ഓൺ ദ വേ, ഓപ്ഷൻ ബി സൂയിസൈഡ്, ഓപ്ഷൻ ഡി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൂയിസൈഡ് ആണ്. ഫെലോ ഡീസേ മീൻ സൂയിസൈഡ്. അടുത്ത ചോദ്യമാണ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെ. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് ഗിവൻ ബിലോ. അപ്പോൾ കൊളോക്കിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. കൊളോക്കിയൽ എന്ന് പറയുന്നത് എന്താണ്? ഫെമിലിയർ എന്നുള്ള അർത്ഥം. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തെറ്റും. ഓക്കെ, എന്താണ്? COLLOCKIAL അതല്ല അല്ലേ. ക്യൂ ആണ് നമുക്കറിയാം. COLLOQIAL അല്ല, അതല്ല. ഓപ്ഷൻ സി നോക്കിക്കേ, COLLOQUIAL. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, COLLOQUIAL. കൊളോക്കിയൽ മീൻസ് ഫെമിലിയർ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. സിനോണിം ഓഫ് ഡിഫറൻസ്. ഡിഫറൻസിന്റെ സിനോണിം ആണ്, ആന്റോണിം അല്ല. സിനോണിം എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെസ്പെക്ട്, ഓപ്ഷൻ ബിറ്റ്വീൻ, ഓപ്ഷൻ സി എവൈഡ്, ഓപ്ഷൻ ഡി ഹെൽത്തി. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റെസ്പെക്റ്റ് ആണ്. ഡിഫറൻസിന്റെ മീനിങ് എന്താണ്? റെസ്പെക്റ്റ് എന്നാണ്. ഈ ഡിഫറൻസ് ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അതിൽ പൊളൈറ്റ് ബിഹേവിയർ എന്നും ചില ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെസ്പെക്റ്റിന് പകരം പൊളൈറ്റ് ബിഹേവിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്? ഡിഫറൻസിന് ഒരു സിനോണിമാണ്. മറക്കരുത് കേട്ടോ. റെസ്പെക്റ്റും പൊളൈറ്റ് ബിഹേവിയർ ഒക്കെ ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് റെസ്പെക്റ്റ് എന്നാണ്. ഓപ്ഷൻസ് ഒക്കെ മാറി മാറി കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് മീനിങ് മാത്രം അറിഞ്ഞാൽ മതി. റെഫറൻസ് എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് അല്ലെങ്കിൽ പൊളൈറ്റ് ബിഹേവിയർ എന്നുള്ളതാണ്. സോ പൊളൈറ്റ് ബിഹേവിയർ എന്ന് വന്നാലും കൊടുക്കാം, റെസ്പെക്റ്റ് എന്ന് വന്നാലും കൊടുക്കാം. അപ്പോൾ കറക്റ്റ് മീനിങ് അതിൻ്റെ റെസ്പെക്റ്റ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റെസ്പെക്റ്റ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ വൺ ഹൂ ഹാസ് സ്പെഷ്യൽ സ്കിൽ ഇൻ ജഡ്ജിങ് ആർട്ട്, മ്യൂസിക്, ടേസ്റ്റ് എക്സെട്ര. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കനോയ്സിയർ, ഓപ്ഷൻ ബി സിനിക്, ഓപ്ഷൻ സി സെൻസോറിയസ്, ഓപ്ഷൻ ഡി കാക്കോഗ്രാഫിസ്റ്റ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കനോയ്സിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. സിനോണിം ഓഫ് ഡ്രോൺ. ഡ്രോണിന്റെ സിനോണിം എന്താണ്? റഫ്, സിങ്ക്, ക്ലിയർ, എക്സ്പെൽ. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സിങ്ക് ആണ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. അൾട്രാസോണിക് വേവ്സ് ആർ ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. ഇതിൽ അൾട്രാസോണിക് വേവ്സ് അത് ഇനേബിൾ ആണോ, ഇനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്റ്റ് ആണോ, ഡിസേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ് ആണോ, എനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ് എന്നാണോ, അനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ് എന്നാണോ? അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? അതായത് അൾട്രാസോണിക് വേവ്സ് വവ്വാലുകളെ ഒബ്ജക്ട്സുകളെല്ലാം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. അപ്പോൾ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. എനേബിൾഡ് ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ വരിക. അപ്പോൾ ഡിസേബിൾ അല്ല, ഓപ്ഷൻ ബി അല്ല, ഡിസേബിൾ അല്ല വരിക, എനേബിൾ ആണ്. അപ്പോൾ എനേബിൾഡ് ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ. ഇനി അടുത്ത് ഇന്നും യുഎനും വരുന്നത് നോട്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ബാറ്റ്സ് ക്യാൻ ഏബിൾ ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ് ഇൻ അൾട്രാസോണിക് വേവ്സ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എനേബിൾ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻറ്ററപ്റ്റ്. ഇൻറ്ററപ്റ്റ് അല്ല, കറക്റ്റായിട്ട് തന്നെയാണ്. INTERRUPT കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി മിനിയേച്ചർ. അതും കറക്റ്റ് തന്നെയാണ്. MINIATURE കറക്റ്റായിട്ട് തന്നെയാണ്. ഓപ്ഷൻ സി കെച്ചപ്പ്. കെച്ചപ്പും കറക്റ്റ് തന്നെയാണ്. KETCHUP കറക്റ്റ് സ്പെല്ലിംഗ് തന്നെയാണ്. അപ്പോൾ മൂന്നും കറക്റ്റ് ആണെങ്കിൽ നാലാമത്തെ ആയിരിക്കും തെറ്റ്. ആ തെറ്റേതാണ്? ക്യൂസൻ്റ് എന്നാണ്. ക്യൂസൻ്റെ മീനിങ് ശാന്തമായ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലെന്തായിരിക്കും തെറ്റെന്താണ് എന്ന് പറഞ്ഞു നോക്കിക്കേ. QUI കണ്ണടച്ചിട്ടാണ് പറയേണ്ടത് കേട്ടോ. കണ്ണടച്ചിട്ടാണ് പറയുന്നത്, എന്നാലേ നമുക്ക് തെറ്റ് മനസ്സിലാവുള്ളൂ അല്ലേ. QUIE ഉണ്ട് അല്ലേ. ഇതിൽ നോക്കിക്കേ QUI മാത്രമേ ഉള്ളൂ. I കഴിഞ്ഞ പിന്നെ എസ് ആ വരുന്നത്. QUIES ആണ്. അപ്പോൾ ഇതിൽ തെറ്റേതാണ്? ക്യൂസൻ്റ് ആണ്. ശാന്തമായ എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തതാണ് പാസീവ് വോയിസ് അല്ലെ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അരുൺ വിൽ ഹാവ് ബോട്ട് എ മൊബൈൽ ഫോൺ. ഓപ്ഷൻസ് നോക്കാം. എ മൊബൈൽ ഫോൺ വിൽ ബി ബോട്ട് ബൈ അരുൺ. എ മൊബൈൽ ഫോൺ വുഡ് ഹാവ് ബോട്ട് ബൈ അരുൺ. എ മൊബൈൽ ഫോൺ വിൽ ഹാവ് ബോട്ട് ബൈ അരുൺ. മൊബൈൽ ഫോൺ വിൽ ഹാവ് ബീൻ ബോട്ട് ബൈ അരുൺ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ മൊബൈൽ ഫോൺ വിൽ ഹാവ് ബീൻ ബോട്ട് ബൈ അരുൺ. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. ദ പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്. ഗൂസിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? അത് ആദ്യത്തെ ഓപ്ഷൻ അല്ല അല്ലേ, അതന്നെ കൊടുത്തിരിക്കുന്നത്. അതല്ല. ഓപ്ഷൻ ബി ഗീസ്.
വരാം. ഓപ്ഷൻ സി ഗൂസസ്. ഗൂസസ് അല്ല, ഓപ്ഷൻ ഡി ഗീസസ് എന്ന് വരികയില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗീസ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ആന്റോണിം ഓഫ് ല്യൂർ. കുറേ ആയില്ലേ, ആന്റോണിമും സിനോണിംസും കുറേ ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സേഫ്, ഓപ്ഷൻ ബി ക്രൂവൽ, ഓപ്ഷൻ സി എക്സ്ലോസ്ഡ്, ഓപ്ഷൻ ഡി റെപ്പൽ. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെപ്പൽ. അടുത്ത ചോദ്യം 25. ഇംഗ്ലീഷ് തന്നെയാണോ എന്ന് ഡൗട്ട് വരുന്ന ചോദ്യമാണല്ലേ. പല പല വേർഡ്സും ലാറ്റിൻ വേർഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് നോക്കാം. മീറ്റിംഗ് വിൽ അഡ്ജോൺ ഡാഷ്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? സൈനി ഡി, ഓപ്ഷൻ ബി സുവോമോട്ടോ, ഓപ്ഷൻ സി സോബ്രിക്വേറ്റ്, ഓപ്ഷൻ ഡി പ്രൈമ ഫേസിയ. അപ്പോൾ ഇതിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതായിരിക്കും വരിക? ആ സെൻറ്റൻസിന് പറ്റിയ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ മീറ്റിംഗ് വിൽ അഡ്ജോൺ, അതായത് മീറ്റിംഗ് ഇനി എപ്പോഴാണ് നടക്കുക നമുക്ക് അറിയത്തില്ല. അതായത് കറക്റ്റ് ഫിക്സഡ് ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ഇൻഡെഫിനിറ്റ്ലി എന്നുള്ള മീനിങ് വരുന്ന ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് ഇത് സൈൻഡിയ എന്ന് പറയുന്നത്. എന്നാൽ ഓപ്ഷൻ ബി ഉണ്ടല്ലോ സുവോമോട്ടോ, ഇറ്റ്സ് നോട്ട് ആൻ ഇംഗ്ലീഷ് വേർഡ്, അതൊരു ലാറ്റിൻ ടേം ആണ്. സ്വമേധയ എന്നുള്ളതാണ് സുവോമോട്ടോയുടെ മീനിങ്. എന്നാൽ സോബ്രിക്വേറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്. പ്രൈമ ഫേസിയ ഒരു ലാറ്റിൻ ടേം ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ദ മീറ്റിംഗ് വിൽ അഡ്ജോൺ സൈൻഡിയ എന്നുള്ളതാണ്, അതായത് ഇൻഡെഫിനിറ്റ്ലി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇംഗ്ലീഷിലെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാനുണ്ട്. കറക്ഷൻ ഓഫ് സെൻറ്റൻസിൽ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ നോക്കിക്കേ, ഹി ആസ്ക്ഡ് വേർ വാസ് ഐ ഗോയിങ്. അങ്ങനെ പറയൂ. ഹി ആസ്ക്ഡ് വേർ വാസ് ഐ ഗോയിങ് എന്ന് പറയൂ. എങ്ങനെയായിരിക്കും പറയാ? ഹി ആസ്ക്ഡ് വേർ ഐ വാസ് ഗോയിങ് എന്നാണ് പറയാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ വാസ് ഐ വാസ് ഐ എന്ന് മാത്രം നോക്കിക്കേ. അപ്പോൾ ഹി ആസ്ക്ഡ് വേർ വാസ് ഐ ഗോയിങ് എന്നുള്ളത് എങ്ങനെ പറയാം? ഹി ആസ്ക്ഡ് വേർ ഐ വാസ് ഗോയിങ് എന്നാണ് പറയുക. അടുത്തത് നോക്കാം. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ഇത് എളുപ്പമാണ്. ഇതിൽ തെറ്റൊന്ന് കണ്ടുപിടിച്ചേ. ദ മാൻ ടു ഹൂ എന്ന് നമ്മൾ പറയില്ലല്ലോ. ദ മാൻ ടു ഹൂം, ആർക്കാണോ, ആരാണോ എന്നല്ല നമ്മൾ പറയാം. ആർക്കാണോ നമ്മൾ നമ്മുടെ വീട് വിറ്റത് അവനൊരു ചീറ്റർ ആയിരുന്നു എന്നാണ് സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ ആരാണോ എന്നുള്ളതല്ല, ആർക്കാണോ എന്നാണ് വരിക. അപ്പൊ ദ മാൻ ടു ഹൂ എന്നല്ല വരിക. ദ മാൻ ടു ഹൂം ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. അടുത്തത് നോക്കാം. ഹീസ് ദ ബെസ്റ്റ് ഓഫ് ടു ബ്രദേഴ്സ്. എന്താണ് ഇതിൽ തെറ്റ്? ഹീസ് ദ ബെസ്റ്റ് ഓഫ് ടു ബ്രദേഴ്സ്. തെറ്റുണ്ട്. ഹീസ് ബെറ്റർ ഓഫ് ദ ടു ബ്രദേഴ്സ് എന്നാണ് പറയാം. ഹീസ് ദ ബെസ്റ്റ് ഓഫ് ദ ടു ബ്രദേഴ്സ് എന്ന് പറയില്ല. ഹീസ് ബെറ്റർ ഓഫ് ദ ടു ബ്രദേഴ്സ് എന്നാണ് പറയുക. അടുത്തത് നോക്കാം. എമംഗ് ദ 3 ഫ്രണ്ട്സ് റഹീം ഈസ് ബെറ്റർ. അങ്ങനെയാണ് നമ്മൾ പറയാം. എമംഗ് ദ 3 ഫ്രണ്ട്സ് റഹീം ഈസ് ദ ബെസ്റ്റ് എന്ന് പറയാം അല്ലെ. എമംഗ് ദ 3 ഫ്രണ്ട്സ് റഹീം ഈസ് ബെറ്റർ എന്നല്ല പറയാം. നമ്മൾ ബെറ്റർ എപ്പോഴാണ് കമ്പയർ ചെയ്യുമ്പോഴാണ് ഹീസ് ബെറ്റർ ഓഫ് ദ ടു ബ്രദേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബെറ്റർ ഓഫ് ദ 2 ബ്രദേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എമംഗ് ദ 3 ഫ്രണ്ട്സ്, ആ 3 പേരിൽ ഒരാളാണ് ബെസ്റ്റ് എന്നാ നമ്മൾ പറയുള്ളൂ. ബെറ്റർ എന്ന് നമ്മൾ പറയില്ല. റഹീം ഈസ് ദ ബെസ്റ്റ്. അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ളത് എന്നാൽ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രാം ഈസ് മോർ സ്മാർട്ടർ ദാൻ ശ്യാം. ഇത് എളുപ്പമാണ് അല്ലേ. സ്മാർട്ടർ എന്നാണ് പറയുമ്പോൾ വീണ്ടും മോർ എന്ന് പറയാനുള്ള കാര്യമില്ല. നമ്മൾ സ്മാർട്ടർ എന്ന് പറയുന്നത് തന്നെ ഒരാളെക്കാളും വളരെ നല്ല ഒരാളാകുമ്പോഴാണ് സ്മാർട്ടർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വീണ്ടും സ്മാർട്ടർ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ രാം ഈസ് മോർ സ്മാർട്ടർ ദാൻ ശ്യാം. അപ്പൊ രാം ഈസ് സ്മാർട്ടർ ദാൻ ശ്യാം, അത് മതി അല്ലെ. രാം ഈസ് സ്മാർട്ടർ ദാൻ ശ്യാം. ഇനി കുറച്ച് നമുക്ക് സിനോണിംസ് നോക്കാം. അക്യൂട്ടിന്റെ സിനോണിം മീനിങ് എന്താണ്? ഷാർപ്പ് എന്നാണ്. അമിക്കേബിൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി ആണ്. അപ്പൊ അമിക്കേബിളും അമിയബിളും മാറിപ്പോരുത്. അമിയബിൾ ലവബിൾ ആണ്. അമിക്കേബിൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി, അമിയബിൾ എന്ന് പറയുമ്പോൾ ലവബിൾ എന്നാണ് അർത്ഥം വരുന്നത്. ഒപാക്, ക്ലൗഡഡ്. ഒപാക്കിയ എന്ന് പറയുമ്പോൾ ക്ലൗഡി അല്ലെ, ക്ലൗഡഡ് ആവുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ എന്താണ്? അപ്പോൾ കോൾഡ് ആണ്. ഒപാക്, ക്ലൗഡഡ്. ഫ്രിഡ്ജിൽ എന്ന് പറയുമ്പോൾ കോൾഡ്. അപ്പൊ റിജിഡ് എന്താ? ഫ്രിഡ്ജിലെ എഫ് കളഞ്ഞാൽ ബാക്കി റിജിഡ് സ്റ്റിഫായി നിൽക്കുക അല്ലെ. സ്റ്റിഫായി നിൽക്കുക എന്നുള്ളതാണ്. സെഗ്രിഗേറ്റ് എന്താണ്? സെപ്പറേറ്റ് ചെയ്യുക. നള്ളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. എളുപ്പമാണ് അല്ലെ. നള്ളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ലൂസിഡ് എന്നാണ് വരുന്നത്. ക്ലിയർ, ലൂസിഡ്. ഇനി കുറച്ച് ആന്റോണിംസ് നോക്കാം. ബാർബേറിയൻ എന്ന് പറയുമ്പോൾ സിവിലൈസ്ഡ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിവിലൈസ്ഡ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. നോളജ് ആണ് അതിന്റെ ഓപ്പോസിഷൻ അല്ലെങ്കിൽ ആന്റോണിം വരുന്നത്. കോൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി ആണ്. അക്വിറ്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത്. എന്താണ് ആന്റോണിം? എന്താണ്? അക്വിറ്റ് ആണ്, മോചിപ്പിക്കുക എന്നാണ് അർത്ഥം. അഡ്വേഴ്സിറ്റി, പ്രോസ്പെരിറ്റി. മാഗ്നാനിമസ് എന്ന് പറയുമ്പോൾ
അൺജനറസ് ആണ് വരിക. കംഫർട്ട് എന്ന് പറയുമ്പോൾ ഡിസ്ട്രസ് ആണ് വരിക. കൺസീൽ, റിവീൽ, അറ്റാക്ക്, ഡിഫെൻസ്, അബണ്ടൻസ്, സ്കേഴ്സിറ്റി. അമേച്വർ ഏതാ വരിക? പ്രൊഫഷണൽ ആണ് വരുന്നത്. ഓക്കെ. ഹാർമണി എന്താണ്? ഡിസ്കോർഡ് ആണ്. എമിഗ്രന്റ് എന്താ വരിക? ഇമിഗ്രന്റ് EMIGRANT. എമിഗ്രന്റ് എന്താ വരിക? ഇമിഗ്രന്റ് ആണ് വരിക. ഓക്കെ. റിജിഡ് എന്താ? ഫ്ലെക്സിബിൾ ആണ് അല്ലെ. റിജിഡ്, ഫ്ലെക്സിബിൾ. ഡൈനാമിക് എന്താണ്? സ്റ്റാറ്റിക് ആണ് അല്ലെ. ഡൈനാമിക്, സ്റ്റാറ്റിക് ആണ്. എമിഗ്രന്റ് എന്താണ്? ഇമിഗ്രന്റ് ആണ്. ഡൈനാമിക്, സ്റ്റാറ്റിക് ആണ്. അമേച്ചർ നമ്മൾ പറഞ്ഞു, പ്രൊഫഷണൽ എന്ന് പറഞ്ഞു. റിജിഡ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. വേരിയബിൾ എന്താ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥായി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ വേരിയബിൾ, കോൺസ്റ്റന്റ്. ഓക്കെ. ഇത്രയാണ് ആന്റോണിംസ് ചോദിക്കാറുള്ളത്. ഇനി കുറച്ച് ഫ്രേസൽ വെർബ്സ് നോക്കുകയാണെങ്കിൽ കോൾഡ് ആണ് ചോദിക്കാറുണ്ട്. കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ ഓൺ എന്ന് പറയുമ്പോൾ കോൾ അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലേസ് അല്ലേ പറയാ. കോൾ ഓൺ ആണെങ്കിൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. ഓക്കെ. അപ്പോൾ ഒരു പ്ലേസിലേക്കാണെങ്കിൽ കോൾ അറ്റും, കോൾ ഓൺ ആണെങ്കിൽ വിസിറ്റ് എ പേഴ്സൺ എന്നുമാണ്. കോൾ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം വരിക കേട്ടോ. കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ക്യാൻസൽ സംതിങ്. കോൾ ഫോർ, ഡിമാൻഡ് ചെയ്യാണ് നമ്മൾ. കോൾ ഫോർ പറയുമ്പോൾ ഡിമാൻഡ്. കോൾ ഔട്ട് ടു സമൺ ഓർ ഓർഡർ. കോൾ ഓവർ, റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്. കോൾ അപ്പോൺ എന്ന് പറയുമ്പോൾ എന്താണ്? അനൗൺസ് ചെയ്യുക. കോൾ ഇൻ, ടു ഓർഡർ ഫോർ പ്രസൻസ്. കോൾ ഫോർ, ടു കോൾ സംതിങ് ടു ആക്ഷൻ. ഓക്കെ അല്ലേ. കോൾ അറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓഫ്, റീകളക്ട്. കോൾ ഓഫ്, ക്യാൻസൽ സംതിങ്. Call for, demand. Call out to summon or order. Call over, reading a list of names. Call upon, announce. To order for presents. Call in, call for, to cause something to action. Call കഴിഞ്ഞടുത്തത് കം ആണല്ലേ. കം ഓഫ്, ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ. കം ഓൺ, ടു മേക്ക് പ്രോഗ്രസ്. കം ഇൻ, ടു കംപ്ലീറ്റ് എ കോമ്പറ്റീഷൻ ഇൻ എ സ്പെസിഫൈഡ് പൊസിഷൻ. കം അപ്പ്, ടു മൂവ് ടുവേർഡ്സ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. കം അപ്പ്, ടു മൂവ് ടുവേർഡ്സ്. കം അക്രോസ്, ടു ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ്. കം അക്രോസ് അല്ലെ. കം അറ്റ്, ടു അറ്റാക്ക്. കം അറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു അറ്റാക്ക് എന്നാണ് കേട്ടോ മീനിങ് വരുന്നത്. കം ബൈ, ടു ഗെയിൻ പൊസിഷൻ. കം എലോങ്, ടു അക്കമ്പനി. അതാണ് കമ്മിന്റെ വരുന്നത്. ഇനി ലുക്ക് ആഫ്റ്റർ നോക്കാം. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ടു ടേക്ക് കെയർ ഓഫ്. ലുക്ക് അപ്പ് എന്ന് പറയുമ്പോൾ സെർച്ച് ഫോർ. ലുക്ക് അപ്പ് എസ്പെഷ്യലി നമ്മുടെ ഡിക്ഷണറിയിലൊക്കെ സെർച്ച് ഫോർ അല്ലെങ്കിൽ ടു കൺസിഡർ അതൊക്കെയാണ് ലുക്ക് അപ്പിൽ വരുന്നത്. ലുക്ക് ഫോർവേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോപ്പ്. ലുക്ക് ഫോർവേഡ്. ലുക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലുക്ക് ഇൻ ടു വരുന്നത്. ലുക്ക് ഫോർ, സീക്ക് സംതിങ് എന്നാണ്. ലുക്ക് അറ്റ്, വാച്ച് ഡയറക്ട്ലി എന്നുള്ളതാണ്. ലുക്ക് ഔട്ട്, ബി വാണ്ടഡ്, ബി കെയർഫുൾ. ലുക്ക് ഔട്ട് നോട്ടീസ് എന്നൊക്കെ പറയില്ലേ, അതാണ് ബി വാണ്ടഡ്, ബി കെയർഫുൾ. ലുക്ക് ഡൗൺ ഓൺ, അത് വരാറുണ്ട്. ലുക്ക് ഡൗൺ ഓൺ. വാച്ച് വിത്ത് ഡിസ്ലൈക്ക് എന്നുള്ളതാണ്. വാച്ച് വിത്ത് ഡിസ്ലൈക്ക്. അടുത്തത് ചോദിക്കാറുള്ളത് പുട്ടാണ് അല്ലെ. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ഓഫ് ചെയ്യുക പറയുമ്പോൾ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റിവെക്കുക. പുട്ട് അപ്പ്, റേസ് അല്ലെ. പുട്ട് അപ്പ്, റേസ് ചെയ്യുക. പുട്ട് ഓൺ, വിയർ ചെയ്യുക. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക. പുട്ട് ഡൗൺ, സപ്രസ് ചെയ്യുക. പുട്ട് അപ്പ്, റേസ് ചെയ്യുക. പുട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പുട്ട് ഓൺ, ധരിക്കുക എന്നർത്ഥം അല്ലെ. പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ബൈ, ടു സേവ് ആൻ എമൗണ്ട്. പുട്ട് ബൈ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ടു സേവ് ആൻ എമൗണ്ട് എന്നാണ് വരുന്നത് പുട്ട് ബൈ. എന്നാൽ പുട്ടിനും എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ, അതാണ് പുട്ടിങ്. ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് എമൗണ്ട് അല്ല. ഇൻവെസ്റ്റ് ഓർ ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ, ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി ഇന്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുട്ടിങ്. പുട്ട് ബൈ ആണ് ടു സേവ് ആൻ എമൗണ്ട് എന്ന് പറയുന്നത്. പുട്ട് ഫോർവേഡ്, ടു മേക്ക് എ സജഷൻ. ലുക്ക് ഫോർവേഡ് എന്തായിരുന്നു? ഹോപ്പ് ആയിരുന്നു അല്ലെ. പുട്ട് ഫോർവേഡ് എന്താണ്? ടു മേക്ക് എ സജഷൻ ആണ്. പുട്ട് അക്രോസ് എന്താണ്? പുട്ട് അക്രോസ്, ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. അപ്പൊ കം അക്രോസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു. കം അക്രോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളെ കാണുക അല്ലെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ കാണുക എന്നുള്ളതാണ് കം അക്രോസ് എന്ന് പറയുന്നത്. പുട്ട് അക്രോസ് എന്ന് പറയുമ്പോൾ ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ് അല്ലെ. കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. ഇനി അടുത്ത് പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ് ചെയ്യുക. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നർത്ഥം. പുട്ട് ആൻ എൻഡ് ടു, പുട്ട് ആൻ എൻഡ് ടു എന്തായിരിക്കും? അത് എന്തായിരിക്കും? സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അതാണ് പുട്ട് ആൻ എൻഡ് ടു എന്ന് വരുന്നത്. ഓക്കെ, നമുക്കറിയാം 25ാമത്തെ ക്വസ്റ്റ്യൻ ഫോറിൻ ഫ്രേസസ് ആയിരുന്നു അല്ലേ. ഇനി കുറച്ച് ഫോറിൻ ഫ്രേസസ് നോക്കിയാലോ നമുക്ക്. അതിൽ നോക്കുമ്പോൾ അഡ്ഹോക്ക് ചോദിക്കാറുണ്ട്. അഡ്ഹോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്, അതാണ് അഡ്ഹോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അന്നോ ഡൊമിനി, ഇൻ ദ ഇയർ ഓഫ് ദ ലോഡ്. അന്നോ ഡൊമിനി എന്ന് പറയുമ്പോൾ ഇൻ ദ ഇയർ ഓഫ് ലോഡ് എന്നാണ്. ഓക്കെ, വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. വൈസ് വേഴ്സ നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻവേഴ്സ്ലി, വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി. ഫെസിമൈൽ, എക്സാക്ട് കോപ്പി എന്നാണ് അർത്ഥം.
ഫസിമാൽ എന്ന് പറയുമ്പോൾ എക്സാക്ട് കോപ്പി. പെർ ആനുവം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ഫോറിൻ ഫ്രേസ് ആണ്, എന്നാൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പെർ ഇയർ ആണ് പെർ ആനുവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബോണഫിഡെ. എന്താണ് അതിൻ്റെ അർത്ഥം? സിൻസിയർ ആവുക. ഓക്കെ, ബോണഫിഡെ എന്ന് പറയുമ്പോൾ സിൻസിയർ അല്ലെങ്കിൽ ഇൻ ഗുഡ് ഫെയ്ത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മാലഫിഡെ എന്ന് പറയുന്നത്, ഇൻ ബാഡ് ഫെയ്ത്ത് ഓർ ഇൻറ്റൻഷൻ. ഓക്കെ, എൻ ബ്ലോക്ക് നമ്മൾ അഡ്ഹോക്ക് എന്താണെന്ന് പറഞ്ഞു. അഡ്ഹോക്ക് എന്തായിരുന്നു? ഫോർമുല ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് ആയിരുന്നു. ഇനി അടുത്ത എൻ ബ്ലോക്ക് എന്താണ്? ഓൾ ടുഗദർ ഓർ കംപ്ലീറ്റ്ലി എന്നുള്ളതാണ് എൻ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ടുഗദർ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. ഇനി നമ്മൾ എൻറ്റയർലിനെ നമ്മൾ പറയുന്നത് ഇൻ ടോട്ടോ എന്നാണ്. INTOTO, ഇൻ ടോട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മാരത്തോൺ MCQ ആണ് ഡിസ്കസ് ചെയ്തത്. ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. 25 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്ന, ഡിഫോൾട്ട് ആയിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.